തെരഞ്ഞെടുപ്പ് കാലത്ത് ആലത്തൂർ LDF സ്ഥാനാർത്ഥി TM ശശിക്കെതിരെ പ്രചരിച്ച അശ്ലീല ചിത്രങ്ങൾക്കും സമൂഹമാധ്യമ പ്രചരണത്തിനും പിന്നിൽ തനിക്കോ കോൺഗ്രസിനോ പങ്കില്ലെന്ന് ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന KM ഫെബിൻ. നിയുക്ത MLA TM ശശി നൽകിയ പരാതിയിൽ നിഷ്പക്ഷവും നീതിപൂർവവുമായ അന്വേഷണം നടത്തണമെന്നും ഫെബിൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു വികസന കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ട സമയത്ത് ജയിച്ചു വന്ന ആദ്യം തന്നെ ഒരു MLA എന്നുള്ള നിലയ്ക്ക് അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് വികസന കാര്യങ്ങൾ, അതിൻ്റെ കാഴ്ചപ്പാടും വികസന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചകൾക്ക് പകരം ഇത്തരം വിവാദങ്ങളുടെ പുറകിൽ പോകുന്നത് തീർത്തും നിർഭാഗ്യകരമാണ്. അതിൽ യാതൊരു തർക്കമില്ല. അതാ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾക്ക് പകരുന്നത് നിരാശയാണ്. പക്ഷെ ഇപ്പോൾ വ്യത്യസ്തമായി എതിർ സ്ഥാനാർത്ഥിക്കെതിരെ പരാതി കൊടുത്തുകൊണ്ട്, അതൊരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു പരാതി കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഇത് തീർത്തും നിർഭാഗ്യകരമാണ്. അത് ജനങ്ങൾക്ക് നിരാശയാണ് പറയുന്നത്. ഇത് അന്വേഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കെതിരെ കൊടുത്തിട്ടുള്ള പരാതി, അതിൻ്റെ വിശദമായ അന്വേഷണം നടത്തണം. ഞാൻ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. SP ഉൾപ്പെടെ പാലക്കാട് SP-ക്കും അതുപോലെ തന്നെ ആലത്തൂർ CIക്കും അന്വേഷണ മേഖല എന്നുള്ള നിലയ്ക്ക് CIക്കും അതിൻ്റെ പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായ അന്വേഷണം നടത്തണം. അത് ഫോട്ടോ പ്രചരിച്ചു എന്ന് പറയുന്നുണ്ട്. അത് കൃത്യമായ ഫോട്ടോന്റെ അടിസ്ഥാനപരമായ എന്താണ് കാര്യങ്ങൾ, അതാരെങ്കിലും ഇനി പ്രചരിപ്പിച്ചതാണോ, അതാരെങ്കിലും നിർമ്മിച്ചതാണോ, ആ ഫോട്ടോയിൽ എന്തെല്ലാമാണ് എന്നുള്ളതൊക്കെ ജനങ്ങൾക്കും ഞങ്ങൾക്കുമൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. ഇതെന്താണ് സംഭവം, അതെല്ലാം തന്നെ അന്വേഷിക്കണം. അത് കുറ്റക്കാരാരാണെങ്കിലും അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അല്ലാതെ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് വന്ന് കലഹിക്കുന്നതിൽ യുദ്ധം ചെയ്യുന്നത് ശരിയല്ല. അത് ശരിയായ രൂപത്തിലുള്ള നടപടി ആരാണോ ചെയ്തത്, എന്താണോ ഇതിന് അകത്തുള്ള ഉള്ളടക്കം, അടിസ്ഥാനം, അതിനെക്കുറിച്ച് കൃത്യമായ നടപടിയുമായി മുന്നോട്ട് പോകണം. അത് പോലീസ് സംവിധാനം, ഈ പറഞ്ഞ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ചില ഉദ്യോഗസ്ഥന്മാർ ചില ആളുകൾക്ക് വേണ്ടി നടത്തിയ അവരുടെ കമ്മിറ്റ്മെന്റ്സിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പരാതിയെടുപ്പും അതുപോലെ തന്നെ പ്രവർത്തനമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിന് നടക്കില്ല. UDF-ന്റെ ഒരു ഗവൺമെന്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിഷ്പക്ഷമായ രൂപത്തിൽ തന്നെ ഉള്ള അന്വേഷണം നടത്തും. തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ TM ശശിക്കെതിരെ ആരോപണങ്ങൾ പ്രചരിച്ചിരുന്നു. അക്കാലത്ത് കേസ് കൊടുക്കാതിരുന്ന ശശി തിരഞ്ഞെടുപ്പിന് ശേഷം പരാതി നൽകിയത് പാർട്ടിക്കകത്തു നിന്നുയരുന്ന ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണെന്നാണ് CPM കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. വിലാസം പോലും തെറ്റായിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ശശിക്കെതിരെ പ്രചരിച്ച ചിത്രം നിർമ്മിച്ചതാണോ, ആരാണ് പ്രചരിപ്പിച്ചത്, ഏത് ഗ്രൂപ്പിലാണ് പ്രത്യക്ഷപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ കേസിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് SP, ആലത്തൂർ DYSP എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ നിഷ്പക്ഷവും നീതിപൂർവവുമായി അന്വേഷിച്ചില്ലെങ്കിൽ സർക്കാരിനെ സമീപിക്കുമെന്നും ഫെബിൻ പറഞ്ഞു. ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുവെന്നാരോപിച്ച് തനിക്കെതിരെ ശശി നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്നും കൃത്യമായ അന്വേഷണം നടത്തണമെന്നും ആലത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി PT ബാബു പറഞ്ഞു. ആലത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV കണ്ണനും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.